റാപ്പർ വേടൻ പ്രതിയായ ബലാത്സംഗ കേസിൽ രഹസ്യമൊഴിയുടെ പകർപ്പ് പോലീസ് ആവശ്യപ്പെട്ടു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. മൊഴി പകർപ്പ് ലഭിച്ച ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും. അന്വേഷണം ഇപ്പോൾ തുടരുന്നതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ രഹസ്യമൊഴിയുടെ പകർപ്പ് അത് ലഭിക്കാനായി ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. മൊഴിപ്പകർപ്പ് ലഭിച്ച ശേഷമാകും ഒരു തുടർ നടപടി നിലയിൽ അന്വേഷണം വേഗത്തിലാക്കുക. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് 2021-ലും 2023-നും ഇടയിൽ കൊച്ചിയിലും അതോടൊപ്പം തന്നെ കോഴിക്കോടും വെച്ച് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നാണ്. സ്വാഭാവികമായിട്ടും പോലീസിന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു പരിശോധനയ്ക്കും അന്വേഷണത്തിലേക്കും നീങ്ങേണ്ടതുണ്ട്. അതിന് ഈ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ചമാകും ആ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുക. ഇതിനും തന്നെ പോലീസ് പ്രാഥമിക ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, വേടന്റെ തൃശ്ശൂരിലെ വീട്ടിലെത്തി പോലീസ് ഫോൺ കസ്റ്റഡിയിലെടുത്തു. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതോടൊപ്പം തന്നെ ഈ യുവതിയുമായി വേടന് സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ രേഖകളടക്കമുള്ള പരാതിയാണ് പോലീസിനെ കൈമാറിയത്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ബാങ്ക് വിശദാംശങ്ങളൊക്കെ തന്നെ പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചു വരികയാണ്. എന്തായാലും ഒരു ശക്തമായ ഒരു അന്വേഷണമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇൻഫോ പാർക്ക് SHOയ്ക്കാണ് അന്വേഷണ ചുമതല. തൃക്കാക്കര ACയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. 2021-നും 2023-നും ഇടയിൽ ഏതാണ്ട് 6 തവണകളായി വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. അതിനുശേഷം 23-ന് ശേഷം പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്നും വേടൻ പിന്മാറി. പിന്നീട് താൻ വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.